ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഫർസിം ഫോർ യു. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഗൾഫ് ഫുഡ്സിലേക്കാണ്. വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഫുഡിൻ്റെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. വേൾഡിലെ എല്ലാ ഫുഡിൻ്റെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അങ്ങോട്ടാണ് പോകുന്നത്. എൻ്റെ ഇക്ക മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഓഫീസാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ. ഇവിടുന്ന് മെട്രോക്ക് പോയാൽ മതി, ജസ്റ്റ് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ എൻ്റെ ഇക്ക പഴയൊരു ഹോൾഡ് വെച്ചിട്ട് പാസ് റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എല്ലാ ഫുഡിൻ്റെ എക്സിബിഷനും ഉണ്ടാവും. എല്ലാ വർഷവും ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞത്, എല്ലാ വർഷവും ഫെബ്രുവരി ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് മെട്രോക്ക് പോകണം. ഓക്കെ, നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങി ഇതാ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ. ഇവിടെ ജസ്റ്റ് അങ്ങോട്ട് പോയാൽ മെട്രോ എത്തും. നമ്മൾ മെട്രോ ഇറങ്ങിയിട്ടുണ്ട്. കറക്റ്റ് റൂട്ടും കാര്യങ്ങളൊന്നും അറിയില്ല. ഇവിടെ ഗൾഫ് ഫുഡിൻ്റെ ടാഗ് ഇട്ട കുറേ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഓരോ കൂടെ അങ്ങനെ നടന്നു പോകാൻ തന്നെ ഉള്ളൂ. അവിടെ എത്തിയിട്ട് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ മുമ്പിൽ എത്തിയിട്ട് ഇക്കാക്ക് വിളിക്കാനാണ് പറഞ്ഞത്. കുറേ ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഒരു ലോഡ് ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ആ കാണുന്നതൊക്കെ ഗൾഫ് ഫുഡിൽ വന്ന ആൾക്കാരാണ്. കുറേ ഉണ്ട്, അധികം ഫോറിനേഴ്സാണ്. ഏതായാലും പോയോക്കട്ടെ. ഉള്ളിൽ കയറിയിട്ടുണ്ട്. നല്ല തിരക്കാണ്, നല്ല തിരക്കുണ്ട്. ഇവിടെ ചെറിയ ബോഡി ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ബോഡി ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മളത് ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഉള്ളിൽ കയറിയിട്ട് ഇക്കാക്ക് വിളിച്ചിട്ട് പാസ് ചോദിക്കാനാണ് പറഞ്ഞത്. കംപ്ലീറ്റ് മലയാളീസിനെ കാണൽ റെയറാണ്. മലയാളീസ് ഇവിടെ കാണുന്നില്ല. ഞാൻ ഇതുവരെ കണ്ടിടത്തോളം മലയാളീസൊന്നും കാണുന്നില്ല. ഫുള്ള് ഫോറിനേഴ്സും അറബി മാത്രം ഉള്ളൂ. അവിടെ ഉള്ളിൽ കയറിയോട്ടെ. നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമ്മളോട് ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത്. ഈ ഇൻഫർമേഷൻ്റെ ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത്. ഇവിടെ നിന്നിട്ട് കാരണം ഫ്രണ്ടിനെ വിളിക്കാമെന്ന് പറഞ്ഞത്. ഇക്കിപ്പോൾ വിളിച്ചിട്ടുണ്ടായിന്. അവിടെ അല്ലേ വെയിറ്റ് ചെയ്യേണ്ടി, കുറച്ചും കൂടെ നടന്നിട്ട് ഇവിടെ ക്യാഷ് ഓഫീസിൻ്റെ അവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടത് പറഞ്ഞു. നമ്മൾ നടന്ന് ക്യാഷ് ഓഫീസ് ആണോ, അവിടെയാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, സംഭവം എന്തായാലും പരിപാടി കളറായിരുന്നു. നോക്കട്ടെ. ഓക്കെ അറിയാം. ഇത് പാസ് കാണിച്ചിട്ട് കേറിട്ടെ ഇതിനകത്തൂടെ എല്ലാം വേറെ ആരുണ്ടോ? ഒറ്റക്കുള്ളൂ. എല്ലായിടത്തും ഒന്ന് കറങ്ങി തിരിച്ചിവിടെ വന്നതാണ്. ഈവനിങ് നമ്മൾ ഇക്കാൻ്റെ ഹോൾഡ് വെച്ചിട്ട് നമുക്ക് VIP പാസ് കിട്ടിയിട്ടില്ല. VIP പാസ് നമുക്ക് ടാഗെല്ലാം കിട്ടിയിട്ടുണ്ട്. VIP ടാഗ്. അവിടെ ഇവിടെയാണ് എൻട്രൻസ് വരുന്നത് തോന്നുന്നത്. നമുക്ക് എൻട്രി അടിക്കാം. ഓക്കെ, ഇവിടെ ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങളുണ്ടായിട്ട് എനിക്കും വേറെ 1-2 അറബിക്കും മാത്രമേ ഞാൻ ഈ VIP പാസ് കണ്ടുള്ളൂ. ഞാൻ കണ്ടുള്ളൂ കേട്ടോ, ഇനി വേറെ ഉണ്ടോ എനിക്കറിയില്ല. ആകെ എനിക്കും 1-2 അറബി ആൾക്കാർക്ക് മാത്രമേ VIP പാസ് ഞാൻ കണ്ടുള്ളൂ. കാക്കാൻ്റെ ഒരു ഹോൾഡ് വെച്ചിട്ട് കിട്ടിയ പാസ്സാണ് ഇപ്പോൾ. ഇതൊക്കെ എന്ത് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നമ്മൾ VIP പാസ്സായിട്ട് ചെല്ലുമ്പോൾ വേറൊരു ട്രീറ്റിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അടിപൊളിയാണ്. നമുക്ക് ഫുഡിൻ്റെ സാമ്പിളെല്ലാം കിട്ടും, ഫുഡെല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റും. വേറെ ആർക്കും ആക്സസിബിൾ അല്ലാത്ത സ്ഥലത്ത് വരെ നമുക്ക് ആക്സസിബിൾ ആണ്. അതൊക്കെയാണ് VIP പാസിൻ്റെ അഡ്വാൻറ്റേജസ്. ഫുഡിൻ്റെ അത്രയും ആക്സസിബിൾ ആണ്, നമുക്ക് അത്രയും സാമ്പിളും കാര്യങ്ങളെല്ലാം കിട്ടും. അടിപൊളിയാണ്. ഏതായാലും ഒരു ഐസ്ക്രീമിൽ തന്നെ തുടങ്ങാം. ഓക്കെ, ഇവിടെ ഒരുപാട് ഫ്ലേവേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അടിപൊളിയാ. തണുപ്പും
ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ്. ഭയങ്കര തണുപ്പുണ്ട്. പിസ്താഷ്യോ മോസ്റ്റ് എക്സ്പെൻസീവ് ഐസ്ക്രീമാണെന്ന് പറഞ്ഞു. ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. അടിപൊളിയാണ് പിസ്താഷ്യോ. 1 ഫിയോഡിലൻ പീസ് പറഞ്ഞിട്ടുള്ളത് ഫിയോഡിലൈറ്റാണ്. താങ്ക് യു. ഫ്രോസൺ യോഗർട്ട് പ്ലേസ്. നമുക്കിതൊരു പേര് പോലും അറിയാത്ത കുറേ ഐസ്ക്രീംസാണ്. ഇത് ഫിയോഡിലൈറ്റ് എന്ന് പറഞ്ഞ ഐസ്ക്രീം എന്ന് പറയും. വലിയ വികാരമൊന്നുമില്ല. പക്ഷെ നേരത്തെ കഴിച്ച എന്തതിൻ്റെ പേരെന്തേനും പേര് പറഞ്ഞു തരും. അത് അടിപൊളിയായിരുന്നു. അത് വലിയ വികാരമൊന്നുമില്ല. കണ്ട VIP ആക്സസിൻ്റെ ഗുണം കണ്ട. അത്രയും ആൾക്കാർ ക്യൂ നിന്നിട്ട് കിട്ടാത്ത ജസ്റ്റ് നമ്മളിവിടെ വന്നുകൊണ്ട് ഇത് കാണിച്ചെടുത്തപ്പോൾ നമുക്ക് കിട്ടി. ഈ ആൾക്കാരെല്ലാം അതിന് ക്യൂ നിൽക്കുക. എന്തൊക്കെ എവിടുന്നൊക്കെ കിട്ടുന്നുണ്ട്. തിന്ന വേസ്റ്റ് കിട്ടുക, തിന്ന ബാക്കി വേസ്റ്റ് കിട്ടുക. ഐസ്ക്രീം മതിയായി. ഐസ്ക്രീം കഴിച്ച് ഒരു വിധായി. വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. എൻ്റെ മോനെ വയറിഞ്ഞു. ആക്ച്വലി ഇത് എവിടുന്ന് തുടങ്ങി എങ്ങോട്ടാ പോകേണ്ടതെന്ന് പോലും മനസ്സിലാവണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇത് എവിടെ നിന്നാണ് തുടങ്ങണത്, എവിടെ അവസാനിക്കണത് ഒന്നും മനസ്സിലാവണില്ല. അതിൽ ഐസ്ക്രീം കഴിച്ചൊരു തീരുമാനമായി. അതിലേക്ക് ഞാൻ ചിക്കൻ കഴിച്ച്, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒന്നാമത് ഞാൻ ഒറ്റയ്ക്ക് ഈ സാധനം ഒരു കൈ കൊണ്ട് കഴിക്കും വേണം, ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കും വേണം. നടക്കണില്ല. ഓക്കെ, മാക്സിമം ഞാൻ കവർ ചെയ്ത് തരാം. ഇവിടെ ഏഷ്യാൻ ന്യൂസ് ഇത് കവർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഏഷ്യാൻ ന്യൂസ് സൈക്കിൾ ഓടിച്ചിട്ട് ജ്യൂസ് അടിക്കുന്ന ഒരു സെറ്റപ്പാണത്. ഒരു തല നടന്നു വന്ന് ഞാൻ വിചാരിച്ചത് കഴിഞ്ഞു. അപ്പോത്തിന് ഇത് അടുത്ത തല ഇവിടെ ഓപ്പണായി കിടക്കുന്നു. ഇത് കണ്ടു തീരാണെങ്കിലേ ഒരു ടൈം വേണ്ടി വരും. ഇവിടെ ഇനി എന്താണോ ഉള്ളത് പോയ കട. ഇവിടെ നമുക്ക് കഴിക്കാനുള്ളതൊന്നുമില്ല. ഇവിടെ ഫുള്ള് അരി, പഞ്ചസാര, അങ്ങനത്തെ ഗ്രോസറി ഐറ്റംസ് മാത്രം. കഴിക്കാനുള്ളതൊന്നുമില്ല. നമുക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാം. ഇതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വലിയ മെച്ചമൊന്നുമില്ല. അവിടെ കാണുമ്പോൾ നടക്കുന്ന വഴിക്ക് നമ്മൾ കയ്യിൽ ഫുഡ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ ഫുള്ള് ഇതുണ്ടാവും. അരി ഐറ്റംസ്, എന്താ പറയുക, കടല, അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. കഴിക്കാനുള്ളതൊന്നുമില്ല. ആകെ പെട്ടല്ലേ ഇപ്പോൾ ഈ അരിയും പഞ്ചസാരൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ ഇതിനുള്ളിൽ കയറിയാണ്. പക്ഷെ മറ്റേ ഫുഡിൻ്റെ ഏരിയക്ക് പോകാനുള്ള വഴി മനസ്സിലാവണില്ല. ഇവിടെ കംപ്ലീറ്റ് അരി, പഞ്ചസാര, അത് ഇത് മറ്റേ മറിച്ച് മാത്രമാണ്. ഇവിടെ ആണെങ്കിൽ തിരക്കും കുറവാണ്. മറ്റിടത്തുള്ള വഴിയാണ് ഇപ്പോൾ മനസ്സിലാവാത്തത്. ഫൈനലി നമ്മളിതാ നമ്മളെ ഇന്ത്യൻ്റെ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ്റെ സ്റ്റോൾ. ഇവിടെ എന്താ ഉള്ളത്? കോഫീൻ്റെ ആണ്. അർജൻറ്റീനയിൽ നിന്നുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അർജൻറ്റീനൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളെ ബ്രസീലും ഉണ്ട്. നമ്മളിങ്ങോട്ട് വന്ന വഴി ഇതൊന്നുമല്ല. ഇതേപോലത്തെ ഒരു വഴിയാണ് നമ്മൾ വന്നത്. പോയി നോക്കട്ടെ. ഇതെന്താ വെച്ചാൽ ഇത് ആകെ ഒരു തലയിൽ നിന്ന് വഴി തെറ്റി മറ്റേ തല പോയപ്പോൾ ഒന്നും മനസ്സിലാവണമില്ല. ഈ കഴിക്കണ ഏരിയയൊക്കെ ചെന്നിരുന്നെങ്കിൽ ഒന്നുകൂടെ കഴിക്കണം. ഫുൾ ഐസ്ക്രീം എല്ലാം കഴിച്ച് വയറൊക്കെ നിറഞ്ഞും ചെയ്തു. ഇപ്പോഴും വഴി കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ കറങ്ങി തിരിക്കുന്നത് ഓയിലുണ്ടാവില്ല, ഒലിവ് ഓയിലിൻ്റെ ഏരിയകളാണ്. അതേപോലെ ഓയിലിൻ്റെ ഏരിയയിലാണ് ഇപ്പം നമ്മളുള്ളത്. ഫുഡിൻ്റെ ഏരിയയിൽ നിന്ന് ഇപ്പോൾ ഞാൻ എന്തിനാ തിരിച്ച് പോയത്ര? അപ്പം ഞാൻ വേറെ ഏതെങ്കിലും ഫുഡ് ഉണ്ടാവും വിചാരിച്ചാൽ പോയത്. ഇനിയിപ്പോൾ വഴി മനസ്സിലാവണമില്ലല്ലോ. പോയോട്ടെ. എൻ്റെ മോനെ ഒടുവിൽ അവസാനം എത്തി. 1/2 മണിക്കൂർ നടന്നിട്ട് ഞാൻ അങ്ങോട്ട് എത്തിയത്. ഇത്രകാലം നടന്നു പറയോ ഈ വഴി നിന്ന് കണ്ടുപിടിക്കാൻ? ഇതന്നെ ആയിരിക്കും. അല്ലാതെ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ പോയി പെട്ടു. അവിടെ പോയി ആകെ വഴിയെല്ലാം പേച്ച്. അവിടെ എന്തോ കാര്യമായിട്ട് ആളും പാളും ബഹളമൊക്കെ കാണുന്നുണ്ട്. നെഗറ്റ്സിൻ്റെ എന്തോ ഒരു ഐറ്റമാണ്.
രസമാണ് അടിപൊളി. Very big muscle, and it's so difficult to train. And this is like a ഓത്തർച്ചിനെ കുറിച്ച് എന്തോ പറയാണ് മുപ്പത്തിയേഴ്. also. We don't have the very big face, but some students, and I will also the more a lot of the tasting with one. ഈ VIP പാസ് ഉള്ളതിൻ്റെ ഓരോരോ കളികളെ. Why it's so soft? You can imagine how to taste and texture. ഞാൻ ഇതുവരെയായിട്ട് ജാപ്പനീസ് Just ഫുഡ് കഴിച്ചിട്ടില്ല. looking. ഒന്ന് കഴിച്ചു നോക്കാം. ജാപ്പനീസിന് ബീഫ് ഉണ്ട്, എന്തോന്ന് സംഭവം. Of course. Yes. This part is top round. Yes. Top round is also very great. It's not so marbling, but somewhere there has a very marbling type. So this is one of the marbling type. Which part is more tasty? The Wagyu beef. Oh, it's so difficult question. Yeah. I want to know your. My opinion? Yeah. It's okay. Okay. In my opinion, do you know the raw meat? If സംഭവം you കുഴപ്പമില്ല, get രസമുണ്ട്. some ഞാൻ ഒരു പീസ് കൂടെ എടുത്ത്. take the raw meat and I think we open the vacuum pack and trimming the surface and you can making the tartar. And I think that I want to recommend when you yes like I have a lot of the characteristics with Japanese wagyu. One is very the meat texture is so tender and juicy and a lot of the aroma. It's so very like a big point of the Japanese wagyu because another cow has muscle is so strong, but in Japanese wagyu cow has very tender head. So sorry. In Japan is not. ഞാൻ അവിടുന്ന് എണീറ്റ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു എന്താ പറയുക, ബീഫിൻ്റെ സ്റ്റേക്ക് കഴിക്കണ പോലെ ഒരു ടേസ്റ്റ്. നല്ല ഫ്ലേവറൊന്നും ഇല്ലാതെ ബീഫിൻ്റെ അതേപോലത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ട് സംഭവം അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ജപ്പാൻ ഫുഡ് ട്രൈ ചെയ്യണം. എല്ലാവരും ഒന്ന് കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. അടിപൊളിയായിരുന്നു. ഇതെന്താ സാധനം പോലും എനിക്ക് വലിയ പിടുത്തമില്ല, പക്ഷെ എന്നാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നിക്ക്, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. പച്ചരിച്ച് VIP പാസ് വെച്ച് വലിയ എക്സ്പ്രഷൻ ഇട്ട വൻ ബോറേ കരം. പച്ചിറച്ചി കൊണ്ട് മോനെ ഇതെങ്ങനെ ഇറക്കുക, വിഴുങ്ങ തൽക്കാലം ഛർദിക്കാൻ വരുന്നു. അത് വൻ ബോറേന്. സോസേജിന്റെ പച്ചിറച്ചി കൊണ്ട് വൻ ബോറേന്ന്. ഈ അമേരിക്കക്കാർ തിന്നണുണ്ടെങ്കിൽ നമ്മൾ തിന്നാൻ പോയാലേ അത് വൻ ബോറായിരുന്നു. വൻ ബോറ്. ഇവിടെ പച്ചിറച്ചി സോസേജ് ആ മുന്നിൽ കൊണ്ടുവച്ചിട്ട് കട്ട് ചെയ്ത് കണ്ട് അത് തിന്നാൻ അത് വൻ ഫ്ലോപ്പ് ആയിരുന്നത്. വേണ്ടില്ലേ ചടച്ച് പോയി ഒരു ഐസ്ക്രീം വന്നാലോ ചടപ്പണം മാറ്റാൻ വേണ്ടിയിട്ട്. Yakult Gold, sir. Yakult Gold. Yahoo? Yakult Gold is a probiotic drink. ഓക്കെ. ഇത് പ്രോബയോട്ടിക്കിന് എന്തോ സാധനം. ഗുഡ്. പച്ചിറച്ചിൻ്റെ ചോയാണ് പോയി കിട്ടി. എന്താ പേര് എന്ന് ആ സ്ത്രീ പറഞ്ഞത് മനസ്സിലായില്ലേ? യഹു ഖോ അങ്ങനെന്തോ ഒരു പേര് പറഞ്ഞു.
പക്ഷെ ആ പച്ചിറച്ചിന് ചുവയാണ് പോയി കിട്ടി കഴിച്ചില്ലേ. This one, sir, it's organic. Which one? The one? This one, sir, it's organic dressing spray. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. That's why, in fact, I took my decision to arrange the marriage at the earliest. Made in Italy, sir. Organic spray. Yeah. Good one. Thank you. മുപ്പത്തിയേരോട് ഗുഡ് വൺ എന്ന് പറഞ്ഞെങ്കിലും സാധനം കൂറ സാധനം. 5 പൈസക്കില്ല. ഉപ്പില്ല, പുളിയില്ല. പുളിയുണ്ട്, വലിയ നാക്കില്ല കേട്ടോ. ചിലത് നമ്മൾ കണ്ട അടിപൊളിക്കാറ്, പക്ഷെ തിന്നുമ്പോഴാണ് സാധനം പാളി പോണത്. എത്ര മണിക്കൂറായി റബ്ബേ ഞാൻ അവിടെ കടന്ന് തിരിയണം അറിയോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പകുതി പോലും ഞാൻ എപ്പോഴും കണ്ടു തീർന്നിട്ടില്ല എന്നാണ്. അത്രക്കും അടക്കാണ് ഇവിടെ. എനിക്ക് ഉറപ്പ് അതിൻ്റെ പകുതി പോലും ഞാൻ കണ്ടു തീർന്നിട്ടില്ല, അത്രയ്ക്ക് ഉണ്ട്. ഇവിടെ എന്തോ ഒരു സ്പിൻ വീൽ, എന്താണ് സ്കാൻ സ്പിൻ ആൻഡ് വിൻ എന്നുള്ള സംഭവമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വലിയ ഭാഗ്യമൊന്നുമില്ല, എന്നാലും വെറുതെ സ്പിൻ ചെയ്ത് നോക്കാം. വലിയ മുടക്കൊന്നുമില്ലല്ലോ. ഒരു ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഒരു 5, 8, 10 സ്പിൻ അടിക്കുമ്പോൾ ആകെ ഓൽക്ക് കിട്ടുന്നത് ഒരു എന്താണ് പാസ്ത ബോക്സ് കിട്ടും. ഒരു 10 സ്പിന്ന് കഴിയുമ്പോൾ ഒരാൾക്ക് ഒരു പാസ്ത ബോക്സ് കിട്ടും. അതിൽ എഴുതിക്കണ iPhone 15 മറ്റേ 5000 dirhams 1000 dirhams ഒക്കെയാണ് കിട്ടാൻ പോകുന്നത്. നമുക്കേ നമ്മളെ പണിയൊക്കെ ഫുഡ് കഴിക്കാൻ പോകും, അടുത്ത ഫുഡ് പോയേക്കാം. എല്ലാവരും മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓല് വരിക, ഓലെ ഫുഡിൻ്റെ ബിസിനസ് സംസാരിക്കുക, എന്നിട്ട് അത് ഏറ്റവും കൊളാബറേറ്റ് ചെയ്യുക. അതൊക്കെയാണ് ഓല് വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. പക്ഷെ നമ്മൾ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വരിക, ഫുഡ് ടെസ്റ്റ് അടിക്കുക, അടുത്ത സ്റ്റോളിൽ പോവുക. അതാണ് നമ്മളെ മെയിൻ ഉദ്ദേശം. ബാക്കി എല്ലാവരും അതേപോലെ ഓലെ ബിസിനസ് സംസാരിച്ച് ഫുഡിൻ്റെ ഡീലടിച്ച് പോവുകയാണ്. നമുക്കിഞ്ഞൊരു ഷവർമ കഴിക്കാം. ഓക്കെ, Okay. Excuse me. ഇപ്പോൾ നമ്മളവിടെ ക്യൂ നിൽക്കാൻ മതി. നമുക്കിവിടെ VIP പാസിന് എന്തിനാണ്? VIP പാസ് ഉണ്ടാകുമ്പോൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അത്രയും വലിയ അലാക്കിൻ്റെ ക്യൂ പുഷ്പം പോലെ നമ്മൾ തള്ളിക്കളഞ്ഞ് VIP പാസിൻ്റെ ഒരു പവറേ. ഓള് ക്യൂ നിൽക്കാൻ പറയാം. ഞാൻ പറഞ്ഞ VIP പാസ് ഉണ്ട്, എന്നാ കൊടുത്തോ. ഈത്തപ്പഴത്തും എന്തോ ഒരു ക്രീം ഇട്ട സാധനമാണ്. കുഴപ്പമില്ല. എന്തോ ടൈപ്പ് കേക്കാണ്. കേട്ടോ, ഒരു ഭയങ്കര സ്പഞ്ചി ആയിട്ടുള്ളൊരു കേക്ക്. പക്ഷെ എൻ്റെ മോനെ ഇവിടെ റൊണാൾഡോൻ്റെ ഫേസിലൊരു കേക്ക് ഉണ്ടാക്കിയത്. പക്ക അതേ ഫേസിൽ ഒരു കേക്ക് തന്നെ തോന്നുന്നു. കേക്ക് തന്നെയാണ്. അടിപൊളിയല്ലേ? എന്തോ ഒരു സ്വീറ്റാണ്. അടിപൊളി.
ഫസ്റ്റ് നിന്നപ്പോൾ വലിയൊരു അടിപൊളിയല്ലായിരുന്നു. പക്ഷേ 1-2 പ്രാവശ്യം അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ ഒരു ലെയറുണ്ട്. നിങ്ങൾക്കിപ്പോൾ കേൾക്കുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ കാര്യങ്ങൾക്ക്, പക്ഷെ എന്നാലും രസമുണ്ട് ഇതാണ്. നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അയ്യ നടന്ന് കാല് കടഞ്ഞാലും സീനൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡ് റീചാർജ് ചെയ്യുന്നതുകൊണ്ട് എന്നാലും ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഞാനൊരു പകുതി പോലും കണ്ടു തീർത്തിട്ടില്ല എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. അത്രക്ക് വലിയ പരിപാടിയാണ്. എല്ലാം കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ല. സൽക്കരിച്ചൊരു ഇതാക്കും. എന്തോ കപ്പ് കേക്ക് എന്താണ്, കപ്പ് കേക്ക് അടിപൊളിയായിരുന്നു. ഏതായാലും ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറച്ച് അധികം നടന്നു, അത്യാവശ്യം നല്ലോണം നടന്നു നമ്മൾ. പക്ഷെ എന്തായാലും കിട്ടില്ല പരിപാടിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇഷ്ടംപോലെ ഫുഡ് കഴിച്ച്, ഇതുവരെ ലൈഫിൽ കഴിക്കാത്ത ടൈപ്പ് ഓഫ് ഫുഡ് കഴിച്ച്. ഏറ്റവും ഫേവറേറ്റ് സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട ആ ജാപ്പനീസിൻ്റെ ആ ബീഫിൻ്റെ സ്റ്റേക്കോ ആ സുഷി ഐറ്റം സാധനം അടിപൊളിയായിരുന്നു. നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് കഴിക്കണം, അടിപൊളിയായിരുന്നു. ഞാൻ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സാധനം, കഴിക്കണം എന്ന് വിചാരിച്ച സാധനമായിരുന്നു. അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ആ VIP പാസും കൂടി ഉള്ളതുകൊണ്ട് ഒരു സ്ഥലത്തും ക്യൂ നിൽക്കേണ്ട ആവശ്യം വന്നില്ല. എല്ലായിടത്തും പെട്ടെന്ന് ആക്സസിബിൾ ആയിരുന്നു. ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ജസ്റ്റ് പോകുന്ന വഴിക്ക് ലൈക്ക് ഞാൻ ക്യൂ കണ്ടിട്ടില്ല, സൈഡിൽ പോകുന്നൊക്കെ നമ്മൾ ക്യൂ കണ്ടിട്ടില്ല. ക്യൂ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്ത് നേരെ സാധനം വാങ്ങാൻ വേണ്ടി നിന്നപ്പോൾ അവർ പറഞ്ഞ് സൈഡിൽ ക്യൂ മൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ സൈഡിൽ ക്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ പാസ് കാണിച്ചു കൊടുത്തു, VIP പാസ് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഷെഫ് പറഞ്ഞ് ആ കുഴപ്പമില്ല കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അതാണ് അതിൻ്റെ പവർ. താങ്ക് യു ഇക്ക മുമ്പ് വർക്ക് ചെയ്തിരുന്ന വേൾഡ് ട്രേഡ് സെൻ്റർ ആണ്, അതിൻ്റെ ഹോളിലാണ് പരിപാടി നടക്കുന്നത്. ഇക്കാൻ്റെ ആ ഹോൾഡ് വെച്ചിട്ടാണ് VIP പാസ് ഇട്ട്. സ്റ്റിൽ പറയുന്നത് ഞാൻ ആകെ കണ്ടില്ല, ആകെ എനിക്കും കൂട്ടിയിട്ട് ഒരു 5-6 ആൾക്ക് മാത്രമേ VIP പാസ് ഞാൻ കണ്ടുള്ളൂ, വേറെ ആർക്കും കണ്ടില്ല. അപ്പോൾ ഓക്കെ, പരിപാടി എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാ വർഷത്തിലും ഫെബ്രുവരി ഉണ്ടാവുന്ന ഒരു ഗൾഫ് ഫുഡ്സാണ് പരിപാടിയായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് പറ്റണേ വിസിറ്റ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞതാ അവിടെ നിന്ന് പരിപാടി കഴിഞ്ഞ് വരുന്നത്. ചില ഫുഡെല്ലാം നല്ലോണം പാളി പറഞ്ഞാൽ പച്ച ഇറച്ചി കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിക്കണേ. എല്ലാവരും എടുത്ത് കഴിക്കുന്നുണ്ട്, അപ്പോൾ ഞാനെടുത്ത് കഴിച്ച്. അതാണെങ്കിൽ ഒരു റോ ടേസ്റ്റ്, എന്താ പറയുക, എല്ലാം ആണ് എക്സ്പീരിയൻസ് ചെയ്യുക. പക്ഷേ അത് ഒരുമാതിരി ടേസ്റ്റ്. ആ ടേസ്റ്റും കളയാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ തൊട്ടപ്പുറത്ത് പോയി ഐസ്ക്രീമും കഴിച്ച്. കുറേ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം കയ്യിൽ ഫുഡും ഉണ്ടാവും, പിന്നെന്താ പറയുക, വീഡിയോ എടുക്കലും കൂടി രണ്ടും കൂടി പോസിബിൾ ആവണില്ല. കുറേ ഒരു പകുതി ഫുഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കാരണം രണ്ടും കൂടി നടക്കണില്ല. ഒന്ന് കഴിക്കലും പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണിച്ചു തരലും രണ്ടും കൂടി നടക്കില്ല. അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയണ പകുതി നിങ്ങൾക്ക് കാണിച്ചു തന്നെ, ബാക്കി പകുതി ഞാൻ കഴിച്ചും ചെയ്ത്. ഓക്കെ, ഇതാണ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. ആണ്ടോ, നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ എത്രയാണ് നിങ്ങൾക്കറിയില്ല, പക്ഷേ ഗംഭീര സൈസാണ്, ഹ്യൂജ് സൈസാണിത്. ആണ്ടോ, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ദുബായിലുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി നിങ്ങളെല്ലാവരും വിസിറ്റ് ചെയ്യണം. ഗൾഫ് ഫുഡ്സ് അടിപൊളിയാണ്, എല്ലാ ഫുഡും ട്രൈ ചെയ്യണം. അടിപൊളിയായിരുന്നു, എനിക്ക് ഒരു കിടിലൻ ദിവസമായിരുന്നു. അപ്പോൾ ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ. ഇനിയും ഒരുപാട് അടിപൊളി വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഓക്കെ, ഇതിലും അടിപൊളി വീഡിയോസ് കാണുന്നവരെ ബൈ.